മലയാളിയുടെ അമ്മ മുഖമാണ് കവിയൂർ പൊന്നമ്മ. ആ ഭാവത്തിലല്ലാതെ അവരെ ഓർക്കുക മലയാളിക്ക് സാധ്യമല്ല. പക്ഷേ ജീവിതത്തിലെ അമ്മവേഷം കവിയൂർ പൊന്നമ്മയ്ക്ക് സമ്മാനിച്ചത് വേദനകളായിരുന്നു. ഓൺ സ്ക്രീനിലെ സ്നേഹനിധിയായ അമ്മയ്ക്ക് ഓഫ് സ്ക്രീനിൽ സ്നേഹം പലപ്പോഴും അന്യമായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മവേഷങ്ങൾ കവിയൂർ പൊന്നമ്മയെ തേടി വന്നു. അത് പിന്നെ വിട്ടുപോയതുമില്ല. തൻ്റെ സമകാലികരായ സുകുമാരിയും KPSC ലളിതയുമൊക്കെ വ്യത്യസ്ത ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങളെ തേടി പോകുമ്പോഴും പരാതികളില്ലാതെ അവർ അമ്മവേഷങ്ങളിൽ അഭിനയിച്ചു പോന്നു. ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ കവിയൂർ പൊന്നമ്മ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും മലയാളിക്ക് ഓർമ്മയില്ല. മലയാളികൾക്ക് അവർ എന്നും സ്നേഹനിധിയായ അമ്മയാണ്. അതുപോലെ തന്നെ അവരെ അവർ സ്നേഹിക്കുകയും ചെയ്തു പോന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിനായി അഭിനയത്തിലേക്ക് ഇറങ്ങിയതാണ് കവിയൂർ പൊന്നമ്മ. വീട്ടിലെ ആവശ്യങ്ങളും ആവശ്യക്കാരും കൂടുന്നതിനനുസരിച്ച് സിനിമാ സെറ്റുകളിലേക്കുള്ള അവരുടെ ഓട്ടവും കൂടിക്കൂടി വന്നു. ഈ കാലത്ത് പലപ്പോഴും വീടിനെ ബോധപൂർവം തന്നെ രണ്ടാം പ്രയോറിറ്റി ആക്കേണ്ടി വരികയും ചെയ്തു. അതിൻ്റെ വിഷമത്തിൽ ഏകമകൾ ബിന്ദു തന്നെ കവിയൂർ പൊന്നമ്മയോട് അകൽച്ച കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പൊരിക്കൽ JB ജംഗ്ഷനിൽ അതിഥിയായെത്തിയപ്പോൾ നടി തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. മകൾ ബിന്ദുവുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും അവർക്ക് നിങ്ങളോടിപ്പോഴും പിണക്കമുണ്ടെന്നും ഷോയുടെ അവതാരകൻ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പിന്നാലെ അതിലെ കാരണങ്ങളെക്കുറിച്ച് കവിയൂർ പൊന്നമ്മയും സംസാരിച്ചു. മകൾ അമേരിക്കയിൽ സെറ്റിൽഡാണ്. എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ മകൻ തന്നെയാണ് കല്യാണം കഴിച്ചത്. അവർക്ക് മകനും മകളുമുണ്ട്. സ്നേഹം കൊടുത്തിട്ടില്ലെന്നാണ് മകളുടെ പരാതി. ഒപ്പമുണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അറിയില്ലെന്ന് വെക്കാം. മുതിർന്നപ്പോഴെങ്കിലും മനസ്സിലാക്കണമല്ലോ. ഭയങ്കര ശാഠ്യമായിരുന്നു. ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട്. ആ ശാഠ്യം ഇപ്പോഴുമുണ്ട്. ആ പരിഭവം മാറില്ല. ദുഃഖമില്ല. നോക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയിട്ടില്ല. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നാണ് ആ അമ്മ അന്ന് പറഞ്ഞത്. പിന്നാലെ മുലപ്പാൽ പോലും തനിക്ക് തന്നില്ലെന്ന് മകൾ ആരോപിച്ചെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പറയാൻ പാടില്ല എങ്കിലും പറയുകയാണ്. 8 മാസം വരെയേ പാല് കൊടുത്തിട്ടുള്ളൂ എന്നായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മറുപടി. പിന്നാലെ അക്കാലത്തുണ്ടായൊരു സംഭവവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ശിക്ഷ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. സത്യൻ സാറും ഞാനുമാണ് ജോഡി. ഒരു കട്ടിലിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന സീനാണ്. സംവിധായകൻ സത്യൻ മാഷുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. പൊന്നി, നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ എന്ന് ചോദിച്ചു. എന്താണ് സർ എന്ന് ഞാൻ ചോദിച്ചു. ഇന്ന് വേണ്ട, പൊന്നി പൊയ്ക്കോ എന്ന് അവർ നിർബന്ധിച്ചു. ഞാൻ ചെയ്തത് ശരിയായില്ലേ, എന്നാൽ അത് പറയണ്ടേ എന്ന് ഞാൻ വിചാരിച്ചു. പട്ടുസാരിയാണ് ഞാൻ ഉടുത്തത്. റൂമിൽ വന്ന് പട്ടുസാരി മാറാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ മുലപ്പാൽ വീണ് ആകെ നനഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ എനിക്കിപ്പോഴും കരച്ചിൽ വരും. അത്ര സ്നേഹിച്ചാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത്. അങ്ങനെയൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല എന്നാണ് അന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്.